ഹോ, ഗരീന പുതിയ ഈവൻ്റൊക്കെ കൊണ്ടുവന്നു തോന്നല്ലോ. എല്ലാവരും ഇപ്പോൾ പറയുന്നു പണ്ടത്തെ പീക്കൊക്കെ ഇവർ കൊണ്ടുവന്നു എന്ന്. ശരിക്കുവാണെന്ന് ആർക്കറിയാം. പുതിയ ഈവൻ്റൊക്കെ ഗരീന തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇതെന്തൊക്കെ ഈവൻ്റാന്ന് ആർക്കറിയാം. മെമ്മറി പോർട്ടലോ? ഇതൊക്കെ എന്താ സാധനം? ഇതൊക്കെ എന്താ നിന്നെല്ലാം നോക്കണമല്ലോ, അരിച്ചു പെറുക്കി നോക്കണം. പണ്ടത്തെ പീക്കൊക്കെ കൊണ്ടുവന്നു എന്ന് എല്ലാവരും പറയണ്. ഇതെന്താ ലക്കി റോയിൽ വല്ല ഈവൻ്റ് വന്നിട്ടുണ്ടോ? ഇവർ പുതിയ ബണ്ടിലൊക്കെ കൊണ്ടുവന്നല്ലോ. 20 ബണ്ടിൽ ഒരു സ്പിന്നും കുറേ ബണ്ടിലൊക്കെ ഇവർ കൊടുക്കുന്നല്ലോ ഗരീന. ഈ ദീപോ കണ്ണ്. ഇവർ വുഡ് പെക്കറിൻ്റെ പുതിയ സ്കിന്നും കൊണ്ടുവന്നോ? ഗരീന എന്തൊക്കെയൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? പണ്ടത്തെ ഫ്രീ ഫയറേ അല്ല ഇത്. ഇതെന്താ ഓൾഡ് പീക്ക് എന്ന് പറഞ്ഞിട്ട് പുതിയ മോഡ് ഇരിക്കുന്നത്? എന്തായാലും കളിച്ചൊക്കെ നോക്കണം. ഒരു BR റാങ്ക് കളിച്ചു നോക്കാം. BR റാങ്കിൽ പണ്ടത്തെ പീക്കൊക്കെ തിരിച്ചു കൊണ്ടുവന്നു, ഗ്ലൈഡറൊക്കെ കൊണ്ടുവന്നു പറയുന്നത് കേട്ടല്ലോ. പിന്നെ എന്തായാലും നോക്കിയിട്ട് തന്നെ കാര്യം. ഒരു BR മാച്ച് അങ്ങ് കളിച്ചു നോക്കാം. ഇന്ന് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട് ബാക്കി കാര്യം. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. വീട്ടിലോട്ട് പോകുമ്പോൾ മുമ്പ് തന്നെ എൻ്റെ കാര്യം. ഇന്നത്തെ സ്പോൺസറാണ്. ഇന്നത്തെ വീടിൻ്റെ സ്പോൺസർ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ റൂസർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് വീഡിയോസും ഷോർട്സും വാച്ച് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. ആ കോയിൻസ് ഉണ്ടാക്കാം. ആ കോയിൻസ് വെച്ചിട്ട് നമുക്ക് പൈസ ആയിട്ട് റീഡീമും ചെയ്യാം. ആ റീഡീം ചെയ്ത പൈസ നമുക്ക് Paytm UPI ബാങ്ക് അക്കൗണ്ടിലോട്ട് നമുക്ക് പൈസ വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോസ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ആ കോയിൻസ് ഡയമണ്ട് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രീ ഫയറിലൂടെ ആ ഡയമണ്ട്സ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ഫയറിൽ ടോപ്പപ്പും ചെയ്യാൻ സാധിക്കും. ഇത് യൂസ്ഫുൾ ആയി ഇത് വെച്ചിരിക്കുന്നു. നമുക്ക് Paytm മക്കൾ പോയി ഇത് കാണും. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മാച്ച് സ്റ്റാർട്ടായല്ലോ. ഇത് എന്ത് തേങ്ങവരാക്കി വെച്ചിരിക്കുന്നു. പണ്ടത്തെ പീക്കിനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് ചെറുതാക്കിയിരിക്കുന്നു. ഗരീനക്കാർക്ക് എന്താ വട്ടായോ? എന്തിനാ ഈ പീക്ക് തറവാടിനൊക്കെ ഇത്ര മിനിയാക്കിയത്? ഇത്ര ചെറിയത് പാവങ്ങളല്ലേ ഇവിടെ? എന്തിനാ ചെറിയതാക്കിയത്? എനിക്ക് ദേഷ്യം എന്തിനാ ഇതാക്കിയത്? സത്യം പറഞ്ഞാ പണ്ടത്തെ ഫ്രീ ഫയർ ഇതിനെക്കാട്ടി ഭേദം പുതിയ വലിയ ഫ്രീ ഫയർ തന്നെയായിരുന്നു. ഇതെന്തിനാ ഇത്ര ചെറിയതാക്കിയത്? ഈ ഗരീനക്കാരനെ കൊണ്ട് തോറ്റല്ലോ ദൈവമേ. പുതിയ ഈവൻ്റ് നല്ല ആക്കുകയും ചെയ്യും, ബാക്കിയെല്ലാം ചീത്തയാക്കുകയും ചെയ്യും. എന്തിനാണോ ഇവർ ചെയ്തത്? 5 സെക്കൻഡ്. മാച്ച് ഇപ്പോൾ സ്റ്റാർട്ടാവുമല്ലോ. കളിച്ചു നോക്കല്ലോ. പ്ലെയിൻ അങ്ങോട്ട് വന്നു. 7th ആനിവേഴ്സറി സെലിബ്രേഷൻ സ്റ്റാർട്ടഡ്. ഇതെന്താ മാപ്പിലൊക്കെ അവിടെ എന്തോ 7th ലോഗോ പോലെ കാണിക്കുന്ന മാപ്പിലൊക്കെ. അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ. അങ്ങോട്ടാണ് എല്ലാവരും ഇറങ്ങണത്. ഞാൻ ചാകുമോയെന്ന് ആർക്കറിയാം. എല്ലാവരും അങ്ങോട്ട് തന്നെയാണല്ലോ. വേറെ സ്ഥലങ്ങളുണ്ടല്ലോ. ഇതെന്താ 7th ആനിവേഴ്സറിൻ്റെ ലോഗോ ഒക്കെ ഇട്ടിരിക്കുന്നത്? അവിടെയാണെന്ന് തോന്നുന്നു. അല്ല, മെമ്മറി പോർട്ടലും ഗ്ലൈഡറൊക്കെ ഉണ്ടെന്ന് കേട്ടു. അതെവിടെയാണാവോ? അതും കൂടി കണ്ടു കഴിഞ്ഞാൽ മതി. പണ്ടത്തെ ഫ്രീ ഫയർ കളിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. ഗ്ലൈഡറൊക്കെ ഇപ്പോൾ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഇൻസ്റ്റാൾ ആയി. 2 GB ആണെങ്കിൽ പോലും അവർ കയറ്റിയിട്ടുണ്ടാവും. ഇതെന്താ ഞാനൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് വന്നല്ലോ. ഇതെന്താ മുകളിൽ കുറേ പെട്ടികളൊക്കെ കിടക്കുന്നത്? ഇത് വെടിവെച്ച് പൊട്ടിക്കണോ? കോയിൻസൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ 400 കോയിൻസായി. ഇപ്പോൾ 500 കോയിൻസും. ഓരോ പെട്ടിക്ക് 100 കോയിൻസ്. അയ്യോ, എന്നെ കൊന്നല്ലോ. ഇതൊക്കെ ചെയ്ത് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കറിയാം. അവിടെ ഒരു ഡോറുണ്ടല്ലോ. എന്താ നോക്കണേ. ഇത് പൊട്ടിച്ച് കഴിയട്ടെ. ആൾക്കാരനെ കൊന്നാലും കാശ് കിട്ടുന്നുണ്ടല്ലോ. ഈ പെട്ടികളിനെ കൊന്നാലും കാശുണ്ട്. അയ്യോ, ഞാൻ വീണ്ടും ചത്തല്ലോ. എന്താ ചെയ്യുക? ഈ പെട്ടികളൊന്ന് പൊട്ടിക്കട്ടെ. എന്തിനാ കുറച്ച് 1000ൻ്റെ മുകളിൽ കോയിൻസ് ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി നോക്കാം. ഇതെന്താ ഇതൊക്കെ പൊട്ടിക്ക്. അയ്യോ, പൊട്ടിക്കാനും പറ്റില്ല. എയിം ലോക്കാവുന്നില്ല. 1400 കോയിൻസായി. 1500 കോയിൻസായി. ഇതെന്താ ഗ്ലൈഡറിൻ്റെ ലോഗോ ഒക്കെ? ഇവിടെ എന്താണാവോ? ആ ചേട്ടാ ഗ്ലൈഡർ. എനിക്ക് ഗ്ലൈഡർ കിട്ടിയല്ലോ. ഗ്ലൈഡർ കിട്ടിയിട്ട് എന്നെ ഇങ്ങോട്ട് സ്റ്റോർ കൊണ്ടുപോയി. അയ്യോ, എനിക്ക് 5 HP ഉള്ളൂ. ഇനി ബോർബുണ മാപ്പിൽ ചെന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ ദേ കിടക്കുന്നു. ഇവിടെ ഇനി എന്താണാവോ? ഇവിടെയൊക്കെ കുറേ ഇതുണ്ടല്ലോ. ഇതാണ് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടത്. ഇവിടുത്തെ തോക്ക് വെച്ച് തന്നെ മറ്റേ സ്കിന്നും ഫ്രീ ആയിട്ട് കിട്ടും, പവറും കൂടുതലാണെന്ന്. അപ്പോൾ ഇതല്ലേ ആ സ്ഥലം? ഗ്ലൈഡർ ഇത്ര ചെറിയത് മാത്രമേ കിട്ടിയുള്ളൂ. ഇവിടെയൊക്കെ ഇത് കിട്ടിയല്ലോ. എനിക്ക് ഈ 2 തോക്ക് മതി. എനിക്ക് ഇത്രേ കിട്ടുള്ളൂ. ഇതെന്താ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നത്? ഇവിടെ എന്തോ പോർട്ടലുണ്ടല്ലോ. ഈ ഇങ്ങോട്ടിടാം.
ഇതെന്താ ഇവിടെ പോകാൻ കഴിയാത്തത്? ഓ, എൻ്റെ നെറ്റ് പോയല്ലോ. ഏത് സമയത്താണോ എൻ്റെ നെറ്റ് പോകാൻ നോക്കിയത്? അയ്യോ, എൻ്റെ നെറ്റ് പോയി. ഇത് എങ്ങനെ ഇപ്പോൾ തിരിച്ചു കൊണ്ടുവരാം? മുകളിലാക്കി നോക്കട്ടെ. ആ, നെറ്റ് വന്നു. ഈ പോർട്ടലൊന്ന് ചാടി നോക്കട്ടെ. ഇതെന്താ? ഞാൻ ഈ തിരിച്ച് ബെർമുഡ മാപ്പിലോട്ടൊന്നും വന്നു. ഇതെന്താ ഇവിടെ ഗ്ലൈഡറൊന്നും ഇല്ലേ? ഇതാ ഒരാൾ ഓടി പോകണം. അയ്യോ, 99 പിങ്ങാണല്ലോ. പിങ്ങാവണ്. അയ്യോ, അവനെ കൊല്ലട്ടെ. ഇതിൽ ഗ്ലൈഡറൊന്നും ഇല്ലേ? ഇവിടെ എന്താ ഗ്ലൈഡറൊന്നും ഇല്ലാത്ത? അയ്യോ, എനിക്ക് പിങ്ങാവുന്ന. അയ്യോ, ഞാൻ ചത്തല്ലോ. ഇത് എന്താടാ അത്? ഓ, ഒരു കില്ലും കിട്ടിയില്ല. ഓക്കെ, വേറെ വല്ല ഈവൻ്റ് എന്തൊക്കെയാ വന്നിട്ടെന്ന് നോക്കട്ടെ. ഈവൻസിൽ പോയി നോക്കാം. ഓ, ഇവിടെ പുതിയ ഈവൻസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. ഇതൊക്കെ പണ്ടത്തെയാണ്. സ്റ്റേറ്റ് വാസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മിനി BR അറ്റ് പീക്ക്, മിനി BR അറ്റ് ഓൾഡ് പീക്ക്. BR മാപ്പിൽ ഓൾഡ് പീക്ക് വന്ന് ഞാൻ പീക്കിലോട്ട് പോയില്ല. അതെന്താ 7th ആനിവേഴ്സറി ഗെയിം അപ്ഡേറ്റ്സ്, ന്യൂ ഇൻ CS ക്യാരക്ടർ അച്ചീവ്മെൻറ്റ്. ഇവിടെ പുതിയ ക്യാരക്ടറൊക്കെ ഇവർ ഇറക്കിയിട്ടുണ്ടല്ലോ. ഈ ക്യാരക്ടറിൻ്റെ പവർ എന്താണെന്ന് നോക്കണം. ഇതിനെന്തായാലും വാങ്ങിക്കണം. ഇതെന്താ ഫ്രീ മാജിക് ക്യൂബൊക്കെ കാണിക്കുന്നത്? ഫ്രീ മാജിക് ക്യൂബ് കിട്ടുമോ? അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പർ സീനായിരിക്കും. ഇതാണ് പാച്ച് ഹിസ്റ്ററി. ഇവിടെ ഇതൊക്കെയാണ് ഇത്. പണ്ടത്തെ ഫ്രീ ഫയറൊക്കെ ഇതുപോലെ തിരിച്ചു കൊണ്ടുവന്നതിന് എത്ര രസമായിരിക്കും. എനിക്ക് ഗ്ലൈഡറൊന്നും കിട്ടിയില്ല. ഇതാണ് ഏറ്റവും ബുയാഡേൻ്റെ ഏറ്റവും ഫസ്റ്റ് അപ്ഡേറ്റ്. നന്നായിട്ടൊക്കെ ഉണ്ട് ഏകദേശം. അത്ര ഇല്ലെങ്കിലും ആവറേജ് ആണ്. കുഴപ്പമില്ല. ഫോൺ കൊത്തിക്കൊണ്ടിരിക്കുമോ? ഓ, അമ്മയും വിളിക്കുന്നുണ്ട്. എന്നാ പോവാം.